ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് യൂറോ 2024 സ്പെഷ്യാലിറ്റീസ്, യൂറോ 2024 പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. യുവേഫ യൂറോ 2024, യുവേഫ യൂറോ 2024 ജർമ്മനിയിലാണ് ടൂർണമെൻറ്റ് നടക്കുക. ജൂൺ 14 മുതൽ ജൂലൈ 14 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഒരു മാസത്തോളമാണ് ടൂർണമെൻറ്റ്. ആകെ 24 ടീമുകളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ ഇറ്റലിയാണ്. 17ാം പതിപ്പാണ് ഈ തവണ നടക്കുക. യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ 17ാമത്തെ പതിപ്പാണ് ഈ തവണ നടക്കുന്നത്. ജർമ്മനിയാണ് ആദ്യത്തെയും വഹിക്കുക. ബെർലിൻ അടക്കം 10 വേദികളാണ് മത്സരത്തിനായിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. ജൂൺ 14 ആരംഭിച്ച് ജൂൺ 30 നോക്കൗട്ട് മത്സരങ്ങൾ. അതോടൊപ്പം ജൂലൈ 14 ഫൈനൽ ബെർലിനിൽ നടക്കും. ഇതിൽ വിജയിക്കുന്ന ടീം കോപ്പ അമേരിക്കയിൽ വിജയിക്കുന്ന ടീമുമായിട്ട് 2025 ഏറ്റുമുട്ടുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ജോർജിയയുടെ ആദ്യത്തെ ടൂർണമെൻറ്റാണിത്, അതും മറ്റൊരു പ്രത്യേകതയാണ്. ഇത് 3ാം തവണയാണ് ജർമ്മനി വേദിയാവുന്നത്. അതോടൊപ്പം 2006 ഫിഫ ലോകകപ്പിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിന് ജർമ്മനി വേദിയാവുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, അതായത് 18 വർഷങ്ങൾക്ക് ശേഷമാണ് ജർമ്മനി വേദിയാവുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഇത് ആദ്യത്തെയും വഹിക്കാൻ വേണ്ടി ജർമ്മനിയും ടർക്കിയുമായിരുന്നു മുന്നോട്ട് വന്നതെങ്കിലും വോട്ടെടുപ്പിലൂടെ ജർമ്മനി ആദ്യത്തെ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യത്തെ സ്ഥാനം ജർമ്മനിക്കാണ് കിട്ടിയത്. വോട്ടെടുപ്പിലൂടെ ആദ്യം ജർമ്മനിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇറ്റലിയാണ് നിലവിലെ ചാമ്പ്യന്മാർ. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഇറ്റലിയാണ് നിലവിലെ ചാമ്പ്യന്മാർ. 6 ഗ്രൂപ്പുകളായിട്ടാണ് ടീമുകൾ, അതായത് ഗ്രൂപ്പ് എ, ബി, സി, ഡി, ഇ, എഫ് എന്നിങ്ങനെ 6 ഗ്രൂപ്പുകളായിട്ടാണ് ടീമുകളെ തിരിച്ചിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വീതം. അതായത് നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി ഗ്രൂപ്പ് ബിയിലും, ആദ്യത്തേരായ ജർമ്മനി ഗ്രൂപ്പ് എയിലും, ശക്തരായ പോർച്ചുഗൽ ഗ്രൂപ്പ് എഫിലുമാണ് മത്സരിക്കുക. യൂറോ 2024 ജൂലൈ 14 ഫൈനൽ നടക്കും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം നല്ല നല്ല മത്സരങ്ങൾക്കായിട്ടും. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി വിജയിക്കുമോ, അല്ലെങ്കിൽ ആദ്യത്തേരായ ജർമ്മനി വിജയിക്കുമോ, അല്ലെങ്കിൽ പോർച്ചുഗൽ വിജയിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മാസം ചാകരയാണെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.